അപ്പം നെക്സ്റ്റ് അനോവ ഓർ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അനോവ എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 3 or more പോപ്പുലേഷൻ മീൻസ്. മൂന്നിൽ കൂടുതൽ പോപ്പുലേഷൻ മീൻസിനിടയിലുള്ള എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇന്ന് അനോവ എന്നുള്ളത്, അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇത് allows simultaneous comparison of multiple groups. It is an important statistical tool for researchers. പിന്നെ ഇത് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. അതായത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനെ കമ്പാരിസൺ ചെയ്യാൻ ഇതിന് പറ്റും. സോ നമുക്കത് എന്തുകൊണ്ട് പറയാം, ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഇത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നും പറയാം. പിന്നെ ഈ അനോവ അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. എന്തിന്? ടു ഡിറ്റർമിൻ വെദർ ദ മീൻസ് ഓഫ് 3 or more ഗ്രൂപ്പ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. അതായത് മൂന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സിന്റെ മീൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അനോവ ടെസ്റ്റ് നടത്തുന്നത്. അപ്പം എന്താണ് എഫ് ടെസ്റ്റ് എന്നല്ലേ? എഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അത് വേരിയൻസസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സാമ്പിൾസിന്റെ വേരിയൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് എന്നുള്ളത്. It is based on the ratio of the variances. അപ്പം എഫ് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു വേരിയൻസ് 1 ഡിവൈഡഡ് ബൈ വേരിയൻസ് 2. ഒരു സാമ്പിളുടെ വേരിയൻസും ദെൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സാമ്പിളുടെ വേരിയൻസിന്റെ റേഷ്യോ വെച്ചിട്ടാണ് എന്ത് എഫ് ടെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അസംഷൻസ് ഓഫ് അനോവയിലെ കുറച്ച് കണ്ടീഷൻസ് ആണ് ഇനി അടുത്തത്. അതായത് അനോവ റിലീസ് ഓൺ എ സെവറൽ കീ അസംഷൻസ് ടു എൻഷുർ വാലിഡ് റിസൾട്ട്സ്. ഫസ്റ്റ് വൺ ഇസ് നോർമാലിറ്റി. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡാറ്റയും ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെക്കൻഡ്, ഹോമോജനിറ്റി ഓഫ് വേരിയൻസ്. നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പിലുള്ള വേരിയൻസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻസ്, ഒബ്സർവേഷൻസ് മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. അതായത് ഓരോ ഒബ്സർവേഷനും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓരോ ഒബ്സർവേഷന് മറ്റൊരു ഒബ്സർവേഷനുമായി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ റാൻഡംനെസ് എന്ന് പറഞ്ഞാൽ ദ സാമ്പിൾ ഷുഡ് ബി റാൻഡംലി സെലക്റ്റഡ്. നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് എല്ലാം റാൻഡം ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ദെൻ അടുത്തതാണ് ടൈപ്സ് ഓഫ് അനോവ. രണ്ട് ടൈപ്സ് ആണുള്ളത്, വൺ വേ അനോവ ഓർ ടു വേ അനോവ. വൺ വേ അനോവ എന്ന് പറഞ്ഞാൽ one way ANOVA is the simplest form of ANOVA used when a single independent variable. അതായത് സിംഗിൾ ഫാക്ടർ, ഒരു ഫാക്ടർ, വൺ ഫാക്ടർ യൂസ് ചെയ്തിട്ട്, സിംഗിൾ ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും വൺ വേ അനോവ. അപ്പൊ ടു വേ എന്തായിരിക്കും? ടു വേ അനോവ എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും, അനലൈസ് ചെയ്യുന്നതായിരിക്കും ടു വേ അനോവ എന്നുള്ളത്. അപ്പൊ വൺ വേ അനോവയ്ക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മളൊരു ഫാക്ടർ ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് ആ സ്റ്റഡീസിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ഫാക്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ സ്റ്റഡീസിനും ഓരോ ക്ലാസ്സിലും മീൻ നമ്മൾ ആവറേജ് എടുക്കുന്നു, ഓരോ ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നു, സെക്കൻഡ് ക്ലാസ്സിൽ, തേർഡ് ക്ലാസ്സിലൊക്കെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഒരു ഫാക്ടർ ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഉള്ളത്. ഇനി ടു വേ ആണെന്നുണ്ടെങ്കിലോ ടീച്ചിങ് മെത്തേഡ് എടുക്കുന്നു, ജെൻഡർ എടുക്കുന്നു. അപ്പോൾ ഈ ജെൻഡർ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അതായത് മെയിലോ ഫീമെയിലോ, അതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടറാണ് ഉള്ളത്, ജെൻഡറും ഉണ്ട്, ടീച്ചിങ് മെത്തേഡും. അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റഡീസിനെ അനലൈസ് ചെയ്യുമ്പോൾ ടു വേ അനോവയാണ്. ഈ ടു വേ അനോവ കോംപ്ലക്സ് വേരിയബിൾസിലുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. വൺ വേ അനോവയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം അത് സിമ്പിൾ ആണ്, അതിന്റെ എഫിഷ്യന്റ് ആണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വൺ വേ അനോവയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് അനോവയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അനോവ ടേബിൾ ആണ്. അനോവ ടേബിൾ present the various results obtained while carrying out the analysis of variance ANOVA
അനാലിസിസ് ഓഫ് വേരിയൻസ്. പിന്നെ അനോവ ടേബിൾ ഇൻ വൺ വേ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത് തന്നിട്ടുള്ളത്. അതായത് അനോവ ടേബിൾ എന്നുള്ളത് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്തി നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് അനോവ ടേബിൾ എന്നുള്ളത്. വൺ വേ ക്ലാസിഫിക്കേഷനും ടു വേ ക്ലാസിഫിക്കേഷനും സെപ്പറേറ്റ് അനോവ ടേബിൾ ഉണ്ട്. അതിൽ ഇപ്പൊ പറയുന്നത് വൺ വേ ക്ലാസിഫിക്കേഷന്റെ ആണ്. അപ്പോൾ വൺ വേ ക്ലാസിഫിക്കേഷൻ നമുക്ക് സോഴ്സ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഇവിടെ സാമ്പിൾസ് 1 2 3 4 അങ്ങനെ കുറച്ച് സാമ്പിൾസ് ഉണ്ടാവും. അതൊരു ഗ്രൂപ്പിന്റെ ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പിന്റെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അടുത്ത ഗ്രൂപ്പിൻ്റെത് ഈ രീതിയിലാണെന്ന് വിചാരിക്കുക. അപ്പം സാമ്പിൾസ് തമ്മിലുള്ളതും ദെൻ ഈ ഗ്രൂപ്പിലുള്ള സാമ്പിൾസ് തമ്മിലുള്ളതും എന്താ നമുക്ക് കമ്പയർ ചെയ്യണ്ട. അപ്പൊ ബിറ്റ്വീൻ സാമ്പിൾസ് തമ്മിലുള്ളത് നമുക്ക് എന്താ അതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് SSB. ബിറ്റ്വീനിന്റെ ബി ആണ് നമ്മളിവിടെ SSB ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് K-1 ആണ്. K എന്നുള്ളത് നമ്പർ ഓഫ് കോളംസ് ആണ് K എന്നുള്ളത്. ദെൻ MSB എന്നുള്ളത് മീൻ സ്ക്വയേഴ്സ് ആണ് MSB. ദെൻ വിത്തിൻ സാമ്പിൾസിന്റെ വിത്തിൻ W വെച്ചിട്ടാണ് SSW നമ്മൾ തിരിച്ചത്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താ ഈ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഈ വാല്യൂസ് പ്രസന്റ് ചെയ്യുന്നതാണ് അനോവ ടേബിൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്തത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം.